ഹാജി മസ്താൻ, ഇന്ത്യയിലെ ആദ്യ സെലിബ്രിറ്റി ഡോൺ എന്ന വിശേഷണത്തിനുടമ. തമിഴ്നാട്ടിൽ നിന്ന് മഹാരാഷ്ട്രയിലെത്തി പിന്നീട് മുംബൈ അധോലോകത്തെ അടക്കി വാണയാൾ. ഒരു കാലത്ത് ബോളിവുഡിനെ വരെ അടക്കി ഭരിച്ച ഹാജി മസ്താന് ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായും അടുത്ത ബന്ധമായിരുന്നു. ആ അധോലോക കുറ്റവാളിയുടെ മകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവരോട് നീതിക്കായി അഭ്യർത്ഥിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? മസ്താന്റെ മരണത്തിനും 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം താൻ കുട്ടിക്കാലം മുതൽ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് അവർ തുറന്നു പറയുന്നതിന് കാരണം എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രസിഡൻസിയിൽ പാനായിക്കുളത്ത് ഒരു തമിഴ് മുസ്ലിം കുടുംബത്തിൽ 1926 ഹാജി മസ്താൻ ജനിച്ചത്. 8ാമത്തെ വയസ്സിൽ പിതാവിനൊപ്പം മുംബൈയിലേക്ക് കുടിയേറി. പ്രശസ്തമായ ക്രാഫോർഡ് മാർക്കറ്റിൽ ചെറിയ ജോലികൾ ചെയ്ത് മസ്താൻ വളർന്നു. ഡോക്കുകളിൽ ജോലി തുടങ്ങിയതോടെ സ്വർണ്ണ കള്ളക്കടത്തിന്റെ സാധ്യതകൾ അയാൾ മനസ്സിലാക്കി. അധികം വൈകാതെ സ്വന്തമായി കള്ളക്കടത്ത് ആരംഭിച്ചു. പണമൊഴുക്ക് തുടങ്ങിയതോടെ പല മേഖലകളിലും മസ്താൻ കൈവച്ചു. 1960 മുതൽ 80കളുടെ ആരംഭം വരെ 2 പതിറ്റാണ്ടുകളാണ് ഹാജി മസ്താൻ ഏറെ കുപ്രസിദ്ധി നേടിയത്. കരീംലാല, വരദരാജ മുതലിയാർ എന്നിവരോടൊപ്പം ഹാജി മസ്താനും അക്കാലത്ത് മുംബൈ അധോലോകം അടക്കി വാണു. ഹാജി മസ്താന്റെ വളർച്ച കണ്ടാണ് ദാവൂദ് ഇബ്രാഹിമിനെ പോലെ പലരും അധോലോകത്തിന്റെ ചതുരംഗക്കളത്തിൽ ഭാഗ്യപരീക്ഷണത്തിനിറങ്ങിയതെന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല. മുംബൈയിലും ഗുജറാത്ത് തീരത്തും കള്ളക്കടത്ത് സാമ്രാജ്യം തീർത്ത ഹാജി മസ്താൻ പിന്നീട് ചലച്ചിത്ര ധനസഹായത്തിലേക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്കുമൊക്കെ വഴിതിരിഞ്ഞു. ചലച്ചിത്ര നിർമ്മാണത്തിലും പയറ്റിയ മസ്താൻ പതിയെ എല്ലാവർക്കും സ്വീകാര്യനായി മാറുകയായിരുന്നു. ആഡംബര ജീവിതവും സിനിമാ ബന്ധങ്ങളുമൊക്കെയായി അധോലോകത്തിന്റെ കരങ്ങൾ മറച്ചുപിടിക്കുന്നതിനൊപ്പം ഗുണ്ടാ കുടിപ്പകകളിൽ എല്ലാവരും അംഗീകരിക്കുന്ന മധ്യസ്ഥനായും മസ്താൻ വളർന്നു. പാവങ്ങൾക്ക് പലതരത്തിലുള്ള സഹായം ചെയ്തും അദ്ദേഹം ഇതിനടിത്തറ പാകി. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിലായ ഹാജി മസ്താൻ ജയിൽവാസത്തിന് ശേഷം അധോലോക ബന്ധങ്ങൾ ഉപേക്ഷിക്കുകയും ദളിത് മുസ്ലിം മൈനോറിറ്റി സുരക്ഷാ മഹാസംഘ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ദളിത് നേതാവ് കാൻഷിറാമുമായും ശിവസേന നേതാവ് ബാൽ താക്കറെയുമായൊക്കെ അടുത്ത ബന്ധമാണ് ഹാജി മസ്താൻ പുലർത്തിയിരുന്നത്. 1994 അദ്ദേഹം അന്തരിച്ചത്. ദീവാർ, വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ തുടങ്ങിയ സിനിമകൾ ഹാജി മസ്താന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്. മുംബൈ അധോലോകം ദാവൂദിന്റെ കാലമായപ്പോഴേക്കും ഇസ്ലാം ഭീകരവാദത്തെ മറയില്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിയപ്പോൾ അതിന്റെ പഴികേട്ടവരിൽ കരീംലാലയും ഹാജി മസ്താനും ഒക്കെയുണ്ട്. പിൽക്കാലത്ത് മതപരമായ ചേരിതിരിവുകൾ അധോലോകത്തെയും വിരുദ്ധചേരികളാക്കുന്നതിനും മുംബൈ സാക്ഷ്യം വഹിച്ചു. അന്നത്തെ പോലെ നിത്യേനയെന്നോണം തെരുവുകളെ കുരുതിക്കളമാക്കിയിരുന്ന അധോലോകം ഏതാണ്ട് അസ്തമിക്കുകയും പുതിയ തലമുറ ഡോണുകൾ ഉദയം കൊള്ളുകയും ചെയ്തിട്ടും മുംബൈയിലെ ഗലികൾ ഹാജി മസ്താൻ എന്ന പേര് മറന്നിട്ടില്ല. നിയമവാഴ്ചയെ നോക്കുകുത്തിയാക്കിയായിരുന്നു എക്കാലത്തും അധോലോകത്തിന്റെ സമാന്തര ഭരണം. അതുകൊണ്ട് തന്നെ ഹാജി മസ്താന്റെ മകൾ തനിക്ക് നീതി ഉറപ്പാക്കണമെന്ന് രാജ്യത്തെ പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും അഭ്യർത്ഥിക്കുമ്പോൾ അത് കാലത്തിന്റെ നീതിയെന്ന് കരുതുന്നവരുമുണ്ട്. ശൈശവ വിവാഹം, ലൈംഗിക ചൂഷണം, സ്വത്ത് തട്ടിയെടുക്കൽ എന്നിവ നേരിട്ടെന്നും നീതി ഉറപ്പാക്കണമെന്നുമാണ് ഹാജി മസ്താന്റെ മകളെന്ന് അവകാശപ്പെടുന്ന ഹസീൻ മസ്താൻ മിർസ ആവശ്യപ്പെടുന്നത്. അതീവ ഗുരുതരമായ കാര്യങ്ങളാണ് അവർ ഉയർത്തുന്നത്. തനിക്കും കുടുംബത്തിനും നേരെ വധഭീഷണിയുണ്ടെന്നാണ് പരാതി. 1996 പ്രായപൂർത്തിയാകാത്തപ്പോൾ മാതൃ സഹോദരന്റെ മകനുമായി തന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. വിവാഹശേഷം കൊടിയ ശാരീരിക പീഡനങ്ങൾക്കിടയാവുകയും വധശ്രമത്തെ അതിജീവിക്കുകയും ചെയ്തു. തന്നെ വിവാഹം കഴിച്ചയാൾ മുമ്പും നിരവധി സ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നു. പിതാവിൻ്റെ മരണശേഷം തങ്ങളെയും മാതാവിനെയും സമ്മർദ്ദത്തിലാക്കിയാണ് വിവാഹം നടത്തിയത്. തുടർന്നുണ്ടായ പീഡനങ്ങളുടെ ആഘാതത്തിൽ 3 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇതിനിടെ സ്വത്ത് തട്ടിയെടുക്കാനും ശ്രമമുണ്ടായി. മുംബൈയിലെ പ്രൈം ലൊക്കേഷനുകളിലെ കെട്ടിടങ്ങളും സ്ഥലങ്ങളും തട്ടിയെടുക്കാൻ മാഫിയ സംഘങ്ങൾ ഇപ്പോഴും ശ്രമിക്കുന്നതായി ഹസീൻ പറയുന്നു. മുംബൈയിലെ ക്രോഫോർഡ് മാർക്കറ്റിന് സമീപത്തും ദക്ഷിണ മുംബൈയിലുമുള്ള വിലപിടിപ്പുള്ള വസ്തുവകളെ ചൊല്ലിയാണ് പ്രധാനമായും തർക്കം നിലനിൽക്കുന്നത്. ഈ സ്വത്തുക്കൾ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ താൻ സമ്മതിക്കാത്തതിനെ തുടർന്ന് ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലും നീതി നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവരെ സമീപിക്കാൻ തീരുമാനിച്ചത്. മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയെ ഹസീൻ മസ്താൻ മിർസ അഭിനന്ദിക്കുന്നു. തൻ്റെ വ്യക്തിപരമായ നിയമപോരാട്ടത്തിൽ പിതാവിൻ്റെ പേര് വലിച്ചിഴക്കരുതെന്ന് ഹസീൻ പറയുന്നുണ്ടെങ്കിലും ഹാജി മസ്താന്റെ ചരിത്രമറിയാവുന്നവർക്ക് അതിന് കഴിയില്ലെന്നതാണ് വസ്തുത.
ഹസീന്റെ പരാതിയിൽ എന്ത് നടപടിയാണ് മോദി സർക്കാർ എടുക്കുന്നതെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.